പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ പിക്സൽ ലാബിൽ എങ്ങനെ നമുക്ക് നബിദിന ആശംസാ പോസ്റ്റർ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ്. വളരെ എളുപ്പത്തിൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണിത്. അതിനായിട്ട് നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് സൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിഡ്ത്ത് 1080 കൊടുക്കുക, അതുപോലെ തന്നെ ഹൈറ്റും 1080 കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ അടിക്കുക. ഈ ഒരു സൈസാണ് നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ സൈസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പോസ്റ്ററിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ കളറിൽ നല്ല ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ടിക്കും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗാലറിയിൽ നിന്നും ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്യണം. നമ്മുടെ പോസ്റ്റർ നബിദിന ആശംസ പോസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായിട്ടും ഇതുപോലത്തെ മദീന റൗദ റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജുകളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന പോസ്റ്ററുകളിൽ ഇതുപോലത്തെ ഇമേജുകൾ കൊടുക്കുന്നത് നല്ലതല്ല, അത് അപകടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് മാത്രം ഇത്തരം ഇമേജുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഇമേജ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രേഡിയൻ്റ് ടൈപ്പ് ഒരു എഫക്റ്റ് ലഭിക്കും. അതിൽ നമ്മൾ അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം അതിന് കളർ കൊടുക്കുക. അതിൻ്റെ മുകളിൽ കളർ കൊടുക്കുക. ഞാനിവിടെ ഒരു യെല്ലോ കളറാണ് കൊടുത്തത്. നമ്മുടെ ഇത് ഗ്രീനോട് ചേർന്നിട്ടുള്ളൊരു യെല്ലോ കളറ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചൊരു എഫക്റ്റ് തോന്നിപ്പിക്കാനാണ്, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ ഇമേജിൻ്റെ താഴത്ത് കൊടുത്തു. അതുപോലെ തന്നെ കോപ്പി എടുത്തിട്ട് വീണ്ടും പല ഭാഗത്തായിട്ട് ഇങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പല ഭാഗത്തായിട്ട് കോപ്പി എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിനെല്ലാം നമ്മൾ ടു ബാക്ക് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ആ ഇമേജിൻ്റെ ബാക്കിലോട്ട് ആക്കി കൊടുക്കണം. കോപ്പി ഓരോന്ന് കോപ്പി എടുക്കുമ്പോഴും നമ്മൾ ടു ബാക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അതിനെ ഇമേജിൻ്റെ ബാക്കിലോട്ട് ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പാണ് ചെയ്യുന്നത്. അധികം കൂടുതലൊന്നും ക്രിയേറ്റീവായി ചെയ്യുന്നില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലെയറുകളൊക്കെ ലോക്ക് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ഇനിയുള്ള ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് കോപ്പി എടുത്തത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിന് ആദ്യം ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. MLU കേരള എന്ന ഫോണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ പോസ്റ്ററിൽ ആ ടെക്സ്റ്റിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലൈൻ സ്പേസിങ് കുറച്ച് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പുതിയൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ വീണ്ടും ടെക്സ്റ്റിൽ ന്യൂ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ടെക്സ്റ്റ് ആവശ്യമായത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏവർക്കും എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. MLU ശ്രീ എന്നുള്ള ഫോണ്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ ലൈനൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഗ്രിഡ് ഓൺ ആക്കിയതിന് ശേഷം ആ ലൈനിനോട്ട് കറക്റ്റ് ഒരു ലൈനിനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ ആ ലൈനൊക്കെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പോസ്റ്ററുകൾക്കൊക്കെ വൃത്തി ഉണ്ടാവുക. അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ പോസ്റ്ററുകൾ ബോറാവും. അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അടുത്തൊരു ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ നബിദിന ആശംസകൾ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ
TA കൈരളി എന്ന ഫോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അത് തമ്മിലുള്ള ലൈൻ സ്പേസിംഗ് ഒക്കെ കറക്റ്റാക്കി കൊടുക്കുക. ലൈൻ സ്പേസിങ് കറക്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിനൊരു യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. കാരണം ആ പോസ്റ്ററിൽ അതിന് എടുത്ത് കാണിക്കേണ്ട പ്രധാന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അതിന് കുറച്ച് നല്ലൊരു എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അതൊക്കെ ഓക്കെ ആയി. ഇനി നമുക്ക് അടുത്തത് ഇപ്പം ഏത് സംഘടനയുടെ കീഴിലാണ് ഈ പോസ്റ്റർ ഇറക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു പേര് നമുക്ക് താഴെ കൊടുക്കലുണ്ടല്ലോ, ആ പേര് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് താഴെ കൊടുക്കുക. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫോണ്ട് നമ്മൾ അനഘ ഫോണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം MHS എന്നുള്ളതിന് നമ്മൾ അനഘ ബോൾഡായിട്ടുള്ളൊരു ഫോണ്ടും കൊടുത്തു. അതുപോലെ തന്നെ ബാക്കി ഭാഗത്തിന് നമ്മൾ അത്ര ബോൾഡല്ലാത്ത ഫോണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അനഘിൻ്റെ തന്നെ 2 ഫോണ്ടുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഏകദേശം നമ്മുടെ പോസ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ ഇതിലോട്ട് കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ഇപ്പം ഫെസ്റ്റിവലിൻ്റെ ഒരു റിബൺ കിട്ടിയാൽ കുറച്ചൊക്കെ ഭംഗിയുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രോമിൽ പോയിട്ട് ഫെസ്റ്റിവൽ റിബൺ PNG എന്നൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ ഇത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ഇവിടോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വീണ്ടും അതിനൊരു കോപ്പി എടുത്തിട്ട് ഈ ഭാഗത്തും അതുപോലെ തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കുറച്ചൊക്കെ ഒരു റിയലിസ്റ്റിക് തോന്നുന്ന രൂപത്തിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പം കുറച്ചും കൂടിയൊക്കെ ഒരു ഭംഗിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ പോസ്റ്റർ ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യണം. അവിടെ നമ്മൾ സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് അൾട്രാ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്വാളിറ്റിയോടെ ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പോസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ള എലമെൻറ്റുകളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.